ഫ്രണ്ട്സ്, വിനു പ്ലംബിംഗ് കൺസൾട്ടൻറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സാധാരണ പഴയ വീടുകളിലൊക്കെ നമ്മൾ എല്ലാ വീടുകളിലെയും പൈപ്പ് ഇറങ്ങിയിരുന്ന ഭാഗത്ത് മഴക്കാലത്ത് ഒരുപാട് വെള്ളം സൈഡ് ചുമരിലൂടെ ഒലിച്ചിറങ്ങി ആകെ വൃത്തികേടായി പൂപ്പൽ പിടിച്ച് ആകെ നശിച്ച് ഒരു പരുവായി കിടക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ചില വീടുകളിൽ അത്തരം സാഹചര്യങ്ങളുണ്ട്. അത് പൈപ്പ് മുമ്പൊക്കെ പൈപ്പ് ചുമരിനോട് ചേർത്ത് പതിച്ചിറക്കിയിരുന്ന സമയമായിരുന്നു അന്നൊക്കെ. ഇപ്പോഴും അങ്ങനെ ഇറക്കുന്ന വീടുകളിൽ ഇപ്പോഴും അതേ പ്രോബ്ലം ഉണ്ട്. ഇത്തരത്തിൽ സൺഷെയ്ഡിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് സൺഷെയ്ഡ് ഹോളടിച്ച് പൈപ്പ് ചുമരിനോട് ചേർത്ത് അടിക്കുമ്പോൾ ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് പൈപ്പിന് ഒരിക്കലും സൺഷെയ്ഡിന് ക്ലോസ് ചെയ്ത് വെള്ളം ബ്ലോക്ക് ചെയ്ത് നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ അത്തരം സാഹചര്യങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചാനലിന്മേ പൈപ്പ് ഇറക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ചാനലിൽ കൂടെ പൈപ്പ് ഇറക്കുമ്പോൾ ഒരു 3 ഇഞ്ച് ഗ്യാപ്പിട്ടിട്ട് ചുമരിൽ വിട്ട് ഗ്യാപ്പിട്ട് സൺഷെയ്ഡ് തുളച്ച് ആണ് പൈപ്പ് ഇറക്കുന്നത്. ചുമരിൽ നിന്നൊരു 3 ഇഞ്ചെങ്കിലും ഗ്യാപ്പിട്ട് ഹോളടിച്ച് പൈപ്പ് ഇറക്കുന്നതാണ് ഒരു പരിധി വരെ നല്ലത്. ഇത്തരത്തിൽ പൈപ്പ് ഇറക്കുമ്പോൾ ഓരോ പൈപ്പിനും മിനിമം 1 ഇഞ്ച് എങ്കിലും ഗ്യാപ്പിട്ടിട്ട് ഇറക്കണം. എന്നാലാണ് നമുക്ക് കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കൺസീൽഡാക്കി അത് വൃത്തിയിൽ വാട്ടർ പ്രൂഫ് ചെയ്ത് വൃത്തിയാക്കി വയ്ക്കാൻ പറ്റുള്ളൂ. ഇത്തരത്തിൽ പൈപ്പിങ് ചെയ്യുമ്പോൾ ഓരോ പൈപ്പിനും സിമൻറ്റ്, വാട്ടർ പ്രൂഫ് ഇതൊക്കെ ചെയ്ത് വളരെ വൃത്തിയായിട്ട് ഒരു തുള്ളി വെള്ളം പോലും താഴേക്ക് വരാത്ത രീതിയിൽ, അതിലൂടെ ലീക്ക് വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ പ്ലംബിങ് സുഹൃത്തുക്കൾക്കും പണി എളുപ്പമാണ്. ചാനലടിക്കുന്ന ആ ഒരു ടൈമാണ് കൂടുതൽ വരുന്നുള്ളൂ. ബാക്കി പൈപ്പുകളൊക്കെ ഒന്നില്ലെങ്കിൽ യു ക്ലാമ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ സാധാരണ SS-ൻ്റെ ക്ലാമ്പ് ഇട്ടിട്ടോ, SS-ൻ്റെ ക്ലാമ്പിൽ നെറ്റ് ബോൾട്ട് ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ യു ക്ലാമ്പിലാണെങ്കിൽ ഓൾറെഡി അതിൽ നെറ്റ് ബോൾട്ടും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചധികം പൈപ്പുകളുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്രയധികം പൈപ്പ് എന്തിനാണ്. സത്യത്തിൽ അത്രയധികം കൂടുതൽ പൈപ്പൊന്നും ഇല്ല കേട്ടോ. ഇത് രണ്ടും വെള്ളത്തിൻ്റെയാണ്. ഇത് മോട്ടറിൻ്റെ ഇൻലെറ്റാണ്. ഇത് മോട്ടറിൻ്റെ ഓവർഫ്ലോ. പിന്നെ ഇത് ഒരെണ്ണം നമ്മൾ സ്പെയർ ഇട്ടിരിക്കുന്നതാണ്. ഇത് ഡ്രെയിൻ പൈപ്പാണ്. പിന്നെ അത് ബാത്റൂമിൽ നിന്ന് വരുന്ന, ടോയ്ലറ്റിൽ നിന്ന് വരുന്ന പൈപ്പാണ്. പിന്നെ ഇത് ഒരെണ്ണം ഹോട്ട് വാട്ടറാണ്. ഒരെണ്ണം നമ്മൾ ഓട്ടോമാറ്റിക്കിൻ്റെ ലൈൻ കയറ്റാനുണ്ടെങ്കിൽ അത് കയറ്റാം. ഇത് മെയിനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് ഇപ്പോൾ വാട്ടർ ടാങ്ക് വെക്കുമ്പോൾ എല്ലാ വാട്ടർ ടാങ്കിനും ഡ്രെയിൻ ഔട്ട് ഇടുന്ന ഒരു പരിപാടിയുണ്ട്. ഡ്രെയിൻ ഔട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് ഏറ്റവും